ശ്രീ ഗോകുലം കോളേജ് ഓഫ് ഫാർമസി തുറവൂർ ബി.ഫാം ഡി.ഫാം കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കേരളത്തിലെ നമ്മളൊരു IAS കേഡർ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള വളരെ ഊർജ്ജസ്വലയായിട്ട് പ്രവർത്തിക്കുന്ന IAS ഓഫീസർ എന്നുള്ള നിലയിൽ ദിവ്യ എസ് അയ്യർ കേരളത്തിലുടനീളം എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് രണ്ടഭിപ്രായം ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. ദിവ്യ എസ് അയ്യറെ എനിക്ക് നേരിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദം എനിക്കുണ്ട്. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും അവരെ ദിവ്യയുടെ കുഞ്ഞുമോനായിട്ട് ഏറ്റവും കുറേ സമയം ട്രെയിനിലൊക്കെ വെച്ച് അത്രയേറെ ഒരു സ്നേഹബന്ധം ദിവ്യ എസ് അയ്യറുമായിട്ട് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, വളരെ സമർത്ഥമായി ഭരണരംഗത്ത് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി ഇടപെടുന്ന ഒരു ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ. ഏത് മേഖലയിൽ ചെന്നാലും, അത് കലക്ടർ എന്നുള്ള നിലയിലായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയിലുമെല്ലാം കേരളത്തിലെ ബഹുജനങ്ങളുടെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു IAS ഓഫീസറാണ് ചെറുപ്പക്കാരിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അത് നേടിയെടുക്കാൻ എല്ലാവരുടെയും ഒരു മനസ്സിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ. അവരിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഓഫീസറാണ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് വന്ന് അവരെ മാറ്റി എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അവരുടെ പ്രത്യേകത, ഏത് ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റിനോടുള്ള ലോയൽറ്റി, സത്യസന്ധമായിട്ട്, അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതാണ് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അതിനുള്ള ആർജവം അവർക്കുണ്ട്. അത് തുറന്ന് പറയാനുള്ള മടിയും അവർ കാണിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തായാലും നമുക്കൊക്കെ നന്നായിട്ടറിയാം, ദിവ്യയുടെ ഹസ്ബൻഡ് ശബരിയാണ്. ശബരി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം MLA ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവരുടെ ഐഡൻറ്റിറ്റി, IAS ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ഭരണകർത്ത, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള ഒരു ഉന്നതയായ ഓഫീസർ എന്നുള്ള നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും അവർ കളഞ്ഞു കുളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പത്നി മറ്റൊരു ഗവൺമെൻറ്റിന്, LDF ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസറാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹവും അതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. കാരണം വളരെ നന്നായിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചെല്ലാം വളരെ നന്നായിട്ടാണ് ദിവ്യ സംസാരിച്ചിട്ടുള്ളത്. ദിവ്യ ഏത് ഗവൺമെൻറ്റിലായാലും വളരെ നന്നായിട്ട്, സത്യസന്ധമായിട്ട്, വളരെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെ ഭരണനിർവഹണം നടത്തും. അതിൽ ഒരു സ്ഥലം മാറ്റം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ഒരു വിവാദത്തിൻ്റെയും ഒരു സാഹചര്യമോ പ്രസക്തിയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഒരു അനീതി ചെയ്യുന്നോ അവർ അന്യായം കാണിക്കുമെന്നുള്ള തോന്നൽ എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരു വലിയ കോൺഗ്രസ് നേതാവിൻ്റെ പത്നിയായിട്ട് പോലും ഇത്ര പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ അവരെ ഇരുത്താൻ നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. വളരെ ലോയൽറ്റി, ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് സത്യസന്ധതയും കൂറും പുലർത്തുന്ന ഒരു ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ. അദാനിയുടെ പല പ്രോജക്റ്റുകളും ഒരുപക്ഷെ ഇവര് ഇപ്പോൾ ഈ സർക്കാർ മുമ്പോട്ട് പോകുന്ന രീതിയിൽ അവർ അതിനൊപ്പം നിന്നേക്കില്ല, അത് കണ്ടിട്ടാണ് മാറ്റിയെന്നൊക്കെ അടക്കമുള്ള ചോദ്യം ഉയർത്തിയിടുന്ന നേതാക്കളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി അങ്ങനെ ദിവ്യ എസ് അയ്യരെ സംബന്ധിച്ച് ആ രൂപത്തിലൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം. വ്യക്തമാക്കാതെ നമ്മളെങ്ങനെ അറിയാം? നമുക്കറിയില്ല. ദിവ്യ എസ് അയ്യരെ മാറ്റിയത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മലയാളികളുടെ കാതിൽ മുഴങ്ങിക്കേൾക്കാൻ പോകുന്ന സംശയമാണെന്നാണ്. എനിക്കതിനെ സംബന്ധിച്ച് അഭിപ്രായമില്ല. കാരണം നമുക്കൊന്ന് കാണാം, കാത്തിരിക്കാം, വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാറില്ലേ. നമുക്ക് ദിവ്യ എസ് അയ്യരെ ഏത് മേഖലയിലാണ് പിന്നെ അവർ നിയോഗിക്കുന്നത്, ആ ചുമതല എത്ര ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കാണാം. അല്ലാതെ ഇപ്പോൾ എത്ര ആളുകളെ മാറ്റി, ഹെൽത്ത് സർവീസ് ഡയറക്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിവാദം വന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇതിനനുസരിച്ച് അവർ മാറിയിട്ടാണുള്ളത്. അത് ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇപ്പോൾ ദിവ്യ എസ് അയ്യരെ മാറ്റി എന്നുള്ളത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാനില്ല.